മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. എല്ലാവരും അധരം തുറന്ന് ആകാശത്തിനുമേൽ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. എന്റെ ഹൃദയമേ ഉണരുക. എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാനങ്ങയെ പാടി സ്തുതിക്കും. എന്റെ ഹൃദയമേ ഉണരുക. ഉണരട്ടെ ഞാൻ പ്രഭാതേ ഉണർത്തും. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. അപ്പോൾ ഈ പ്രഭാതം എന്നെല്ലാം പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ കർത്താവ് ഈശോ മിശിഹായിലൂടെയുള്ള ആ പുതിയ ജീവിതമാണത്. പുതിയ ജീവിതം അതാണ് നമ്മുടെ സുറിയാനി ഓഫീസിലെ ഒരു ഇതാണ്. ഓഫീസിൽ ഒരു സങ്കീർത്തനം ഭാഗം ഇങ്ങനെയാണ്: രാത്രിയാകാൻ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവെ ഞാൻ കാത്തിരിക്കും. ഈ കാത്തിരിപ്പ് നമ്മുടെ എന്നും ആവശ്യമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ ധൃതി പിടിക്കരുത്, സാവധാനം ഞാനിത് വിവരിച്ച് വരികയാണ് കേട്ടോ. എന്ന പോലെ തന്നെ അപ്പോൾ കർത്താവ് എല്ലാം നടത്തും. നമ്മൾ ധൃതി പിടിക്കണ്ട, ഓടുകയും വേണ്ട. അവൻ നിങ്ങളുടെ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ മുൻകൈ എടുക്കലിനെ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാണ്, രാത്രിയിൽ ഇരിക്കുന്ന ആൾക്ക് രാത്രി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അയാൾക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. ഇനി ഇത്ര മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഈ രാത്രി മാറും, രാത്രി താനേ മാറും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളൊരു 12 മണിക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്ക് നിങ്ങൾ വാച്ചിൽ നോക്കിയപ്പോൾ 3 മണിയായി. അതിൻ്റെ അർത്ഥം ഇനി 3 മണിക്കൂടി കഴിഞ്ഞാൽ പ്രഭാതമാകും. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഒരു മാറ്റം. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു പ്രതീക്ഷ ഉണ്ടാകണം. അതാണ്, അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്നൊരവസ്ഥയാണ്, എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്, ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും, എൻ്റെ ഹൃദയമേ ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ, ഞാൻ പ്രഭാതത്തെ ഉണർത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്കിത് വിട്ട് വേറൊരിടത്തും പോകാമല്ലേ?
എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് പോകാം. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കണ്ട. മനസ്സിലായില്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ പ്രാർത്ഥന എന്താ പഠിച്ചേക്കണേ? കർത്താവേ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞുകൂടാന്ന് പറയണത് പോലെ തെറ്റൊന്നും വിചാരിക്കണ്ട. അറിഞ്ഞുകൂടാന്ന് പറയണത് ഒരു സത്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, നീ പ്രാർത്ഥിച്ച് എനിക്ക് പിതാവിൽ നിന്നും ഇതിൻ്റെ വെളിപാട് എനിക്ക് നീ വാങ്ങിത്തരണം. അതിനാണ് വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വെളിപാട് മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നല്ല വരുന്നത്. വെളിപാട് വരുന്നത് വെളിപാടിൻ്റെ ആത്മാവിൽ നിന്നാണ്. അങ്ങനെ വെളിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മളുടെ അകത്ത് ഒരു വെളിവ് വരുന്നുണ്ട്. 1.5 ദിവസം ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-7 പോയിൻ്റ് പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്. ജ്ഞാനം 6:11 എന്താ പറഞ്ഞത്? എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അങ്ങനെ നിങ്ങൾക്ക്. അപ്പോൾ ജ്ഞാനം കിട്ടണതിൻ്റെ ഡയറക്റ്റ് ഒരു വഴിയാണ്. അങ്ങനെ ജ്ഞാനം കിട്ടും. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? വായിച്ചോ, തുറന്ന് വായിച്ചോ. തേജസ്സുറ്റതാണ് ജ്ഞാനം. അതൊരിക്കലും മങ്ങിപ്പോയില്ല. വായിച്ചോ, എവിടെ പോയി? ജ്ഞാനം 6:12. ജ്ഞാനം 6:12. അത് മങ്ങിപ്പോകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചു. വെയിറ്റ്. ഇതാണ് ജ്ഞാനം കിട്ടാനുള്ള അടുത്ത വഴി. നമ്മൾ ഒട്ടും മങ്ങാത്ത സ്വർണം, ഒട്ടും മങ്ങാത്ത വസ്ത്രം, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ചിലതിനെയൊക്കെ മേടിച്ച് വെക്കണത്. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ മങ്ങിപ്പോയിരിക്കും. എന്നാൽ ഇവിടെ ഒരിക്കലും മങ്ങാത്ത ഒരു നിധി എന്താണ്? ജ്ഞാനം. അത് ലഭിച്ചാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ തേജസ് മങ്ങിപ്പോയില്ല. വേണം, അതിനെ സ്നേഹിക്കണം. ഇപ്പം സ്വർണത്തെ സ്നേഹമുള്ള സഹോദരിമാരുണ്ടാവും. സ്വർണത്തിന് ചേട്ടന്മാർക്ക് അധികം ഉണ്ടാവില്ല. ചേട്ടന്മാർക്ക് എന്തായിരിക്കും സ്നേഹം? എന്തിനായിട്ടായിരിക്കും? വല്ല വസ്തുവകളോടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ മരിച്ച വീട്ടിൽ ചെന്നാലും ചോദിക്കും, ഇവിടെ എന്ത് വിലയുണ്ട് സ്ഥലത്തിന്? ചിലർ സ്ഥലം കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്ത് വിലയുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ചില ആളുകൾക്ക് വസ്തുക്കൾ വിക്രയം ചെയ്യുക. ഇവിടെ നമുക്കൊരു 5 സെൻറ്റ് മേടിച്ചിട്ടാലോ? ചുമ്മാ മേടിച്ചിടാന്നേ, ചുമ്മാ മേടിച്ചിടാ. 1 ഏക്കർ ചുമ്മാ മേടിച്ചിടാ. കുറേ നാൾ കഴിയുമ്പോൾ വില കൂടുതലാവും. പക്ഷേ ചിലപ്പോൾ വില ഇടിഞ്ഞ് പോകുമ്പോൾ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആകാൻ തുടങ്ങും. ഒരാളൊരു സ്ഥലത്ത് 500 ഏക്കർ മേടിച്ചിട്ടു. അപ്പോൾ ശുഭാപ്തി വിശ്വാസമാണ്. ഇതിന് വില കൂടുമ്പോൾ 500 തിരിച്ച് വിൽക്കുമ്പോൾ എന്തോരം കാശ് കിട്ടുമെന്ന് വിചാരിച്ച് മേടിച്ചിട്ടു. പക്ഷേ വില ഇടിഞ്ഞു. ഈ 500 ഏക്കറിൻ്റെ വില ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ട് അയാൾ മേടിക്കാനെല്ലാം കടം മേടിച്ച് ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ട് സ്വന്തം വീടും ഇതെല്ലാം വിൽക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും ആ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അങ്ങേർക്ക് ഈ 500 ഏക്കറേക്കാളും കൂടുതൽ കാശ് കൊടുത്തു. എന്ത് കാശത്? ഞാൻ. അങ്ങനെ അയാൾ ആ പ്രശ്നത്തിൽ നിന്ന് സമാധാനമായിട്ട് രക്ഷപ്പെട്ടു. പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ നമ്മൾ അതുമായിട്ട് ഒന്നാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഭാര്യയുമായിട്ട് ഒന്നാകുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ ഭർത്താവുമായിട്ട് ഒന്നാകുന്നു. സ്വർണത്തെ സ്നേഹിക്കുന്നവൾ
സ്വർണവുമായിട്ടൊന്നാകും. വസ്തുവിനെ സ്നേഹിക്കുന്നവൻ വസ്തുവുമായിട്ടൊന്നാകും. ഷെയറിനെ സ്നേഹിക്കുന്നവൻ ഷെയറുമായിട്ട് ഒന്നായി അവസാനം. മദ്യത്തെ സ്നേഹിക്കുന്നവൻ, ചീട്ടുകളിയെ സ്നേഹിക്കുന്നവൻ. അപ്പൊ ഇങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്. വാട്ട് യു ബിക്കം വാട്ട് യു ലവ് എന്നാ പറയുന്നത്. യു ബിക്കം വാട്ട് യു ലവ്. നീ എന്തിനെ സ്നേഹിക്കുന്നുവോ നീ അതായിത്തീരും. അപ്പം അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ആ ആളായിത്തീരും. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോഴോ കണ്ടോ, കംപ്ലീറ്റ് പോസിറ്റീവ് ഇല്ലേ? നീ ദൈവത്തെ സ്നേഹിക്കുമ്പോഴോ, അതുകൊണ്ടാണ് കൽപ്പന പറയുന്നത് നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ നീ എന്തായി മാറും? നീ ദൈവമായി മാറും. അങ്ങനെയാണെങ്കിൽ നീ ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? നീ ജ്ഞാനമായി മാറും. അപ്പോൾ ജ്ഞാനത്തെ ലഭിക്കുന്നതിന് രണ്ടാമത് ആവശ്യമായിട്ടുള്ള ഘടകം ജ്ഞാനത്തെ സ്നേഹിക്കുക. അപ്പോൾ ആ ജ്ഞാനത്തോട് സ്നേഹമുള്ള ആളുകളുടെ ദിനചര്യകളും പ്രവർത്തനങ്ങളിലും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. എവിടെ ചെന്നാലും അവിടെ ജ്ഞാനം വല്ലയിടത്തും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ മാറി വാനിയോസ് കോളേജിലേക്ക് കയറി. ഇവിടെ ജ്ഞാനം എവിടെ ഒളിഞ്ഞിരിക്കണേ? എവിടേക്ക് നിങ്ങൾ പോകും? പറയാരെങ്കിലും ജ്ഞാനം അന്വേഷിച്ചിട്ട് എവിടെ പോകൂടെ? ഏ ഏ ഏ ഏ ഏ ചാപ്പലിൽ പോകും. അത്രയും പോണ്ട. മതിലിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ അവിടെ പോയി നിന്നു. അപ്പോൾ അതാണ് ഇവിടെ വേറെ ആരോ പറഞ്ഞിട്ട് ലൈബ്രറിയിൽ പോകുന്നു. അതാണ് കുറച്ചും കൂടി നല്ലൊരു ആശയം ഇല്ലേ? ഈ നമ്മുടെ കോളേജുകളിലും പ്രത്യേകിച്ച് ഇവിടെ ഒരു മേജർ സെമിനാരിയൊക്കെ ഉണ്ട്. ആ മേജർ സെമിനാരിയുടെ അകത്ത് ചെന്നാൽ നിങ്ങൾ എവിടെ പോകും? ജ്ഞാനത്തോട് സ്നേഹമുള്ളവർ ഒന്നുകിൽ ലൈബ്രറിയിൽ പോകും, അല്ലെങ്കിൽ അവിടുത്തെ വയസ്സായ അച്ഛന്മാരുടെ അടുത്തേക്ക് പോകാം. പലപ്പോഴും സെമിനാരികളിലുള്ള വയസ്സായ അച്ഛന്മാരുടെ കംപ്ലൈൻറ്റ്, ഞങ്ങൾ റൂമിലൊക്കെ പോയി 10 വർഷമൊക്കെ പഠിച്ച് കൊണ്ടുവന്നു, പക്ഷേ ഞങ്ങളുടെ അടുത്ത് ആരും വരണില്ല. അതൊന്ന് എന്താ പഠിച്ചത് അച്ഛൻ? ഈ 10 വർഷം അച്ഛൻ അവിടെ എന്താ പഠിച്ചത്? ഞങ്ങൾക്ക് 2 വരി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ആരും വരണില്ല. ആ പഠിച്ചതൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പൂത്തിരിക്കുകയാണ്. ഫംഗസ് ആകണം ഇല്ല, ജ്ഞാനം മങ്ങൂല. പക്ഷേ നമ്മളുടെ മുഴുവനും ആറ്റിറ്റ്യൂഡുകളിൽ ഉണ്ടാകേണ്ട ഒരു വ്യത്യാസമാണ്. ആ ലൈബ്രറിയിലൊന്ന് പോയിട്ട് ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് ചെന്ന് കിടന്നു, ഓ സെയിൻറ്റ് അഗസ്റ്റിൻ, അതൊന്ന് എടുക്കുക, ചുമ്മാ ഒന്ന് തുറന്ന് നോക്കുക, അതിനകത്ത് 2 വരി ഒന്ന് വായിക്കുക. തോമസ് അക്വീനാസ്, ഇഗ്നേഷ്യസ് ഓഫ് ലയോള, സെൻറ്റ് ആൽബർട്ട്, ഡോക്ടർ, ഇങ്ങനെ എന്തോരു ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ സഭാപിതാക്കന്മാരും സഭാ പണ്ഡിതന്മാരുടെയും ആ പ്രബോധനങ്ങളിൽ 1-2 വരി വായിക്കുമ്പോഴേക്കും നമ്മളിലങ്ങ് കത്താൻ തുടങ്ങും. അങ്ങനെ നമുക്കതിനോട് ഭയങ്കര ഒരു പ്രേമമാകും. പിന്നെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ലൈബ്രറി നമുക്കും തുടങ്ങിയാലോ എന്ന് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ ആ ജ്ഞാനം എവിടെ ഇരിക്കണേന്ന് അവൻ അന്വേഷിച്ച് ആ ഡയറക്ഷനിൽ പോകും. അപ്പം എന്തുകൊണ്ടാണ് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാതാവിനെ, ഉണ്ണിയെ കാണാനില്ല? ഉണ്ണി എന്തു ചെയ്യാണ്? ഉണ്ണി അപ്പോഴേക്കും ഉണ്ണിയുടെ അഭിഷേകം കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ ഇസ്രായേലിലെ നിയമം അനുസരിച്ച്, യഹൂദ നിയമം അനുസരിച്ച് 12 വയസ്സായ ഒരു കുഞ്ഞ് നിയമം മുഴുവനും പഠിച്ച് അതിനെ വ്യാഖ്യാനം ചെയ്യാനുള്ള അഭിഷേകം അവന് കിട്ടും.
അതിനാണ് സൺ ഓഫ് ദ ലോ എന്നുള്ള, അതിനുവേണ്ടിയാണ് അവിടെ പോയത്. അത് കഴിഞ്ഞാൽ അവന് വേദപണ്ഡിതന്മാരുടെ സദസ്സിൽ പ്രവേശിക്കാം, ആ പോർട്ടിക്കോയിൽ കയറാം, അല്ലാത്തവരെ അതിനകത്ത് കയറ്റൂല. അപ്പോൾ അവൻ ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ തനിക്ക് അവരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അവരവിടെ കയറിയിരുന്ന് ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോഴവരെല്ലാവരും അത്ഭുതപ്പെട്ടു ഈ കുഞ്ഞിൻ്റെ ഒക്കെ. അപ്പോൾ ആശയം ഇതാണ്, നമ്മൾ ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തേജസ്സുറ്റതാണ് ജ്ഞാനം. തേജസ്സുറ്റതാണ് ജ്ഞാനം, അതൊരിക്കലും മങ്ങിപ്പോകുകയില്ല എന്നും അതിന് അതിൻ്റേതായ വലിയ ഗുണമുണ്ട്. 9 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ 3 ദിവസം ജ്ഞാനത്തെക്കുറിച്ച് തന്നെ പറയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ജ്ഞാനത്തിൻ്റെ ടോപ്പിക്ക് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടങ്ങ് വിട്ടുകൊടുക്കുക. ദൈവമേ, നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, എനിക്കൊന്നും അറിയില്ല, എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ, എനിക്കിനി അറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ. ഒന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞാലോ? അത് പറയാമോ? വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ. പോസിറ്റീവായിട്ട് എടുക്കുക, ആരെയും കുറ്റം പറയല്ല. നമുക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. എന്നാൽ നമ്മൾ ഇത്രയും നാളെ അറിയുന്നത്, ഇത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ ജോൺ പോൾ II ഇത് വായിക്കാൻ തുടങ്ങിയിട്ട്, പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പം ഷാലോമിൽ ഇതിൻ്റെ ഒരു പരമ്പര, റിന്യൂവൽ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ടോക്ക് സീരീസ് ഷാലോം ഇന്ത്യയിലുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ ഒരു പരമ്പരയായിട്ട് 10 ടോക്ക് റെക്കോർഡ് ചെയ്തു. പക്ഷെ അതിനു വേണ്ടി ഇതിനകത്ത് 10 പേജ് പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, 10 ടോക്ക്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ പഠിച്ചു വരുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഈ പോപ്പ് ഇത് മുഴുവനും ഇതിനേക്കാൾ 10,000 മടങ്ങ് പഠിച്ചിട്ടല്ലേ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിച്ച് ഡോക്ട്രീനലായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് പ്രേമമുണ്ടാകണം. എനിക്ക് എള്ളോളമേ അറിയുള്ളൂ എങ്കിൽ എനിക്കറിയാനുള്ളത് ഒരു ഒന്നുകൂടി പറഞ്ഞെല്ലാവരും, എൻ്റെ അറിവ് എള്ളോളമേ ഉള്ളൂ, ഇനി എനിക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. അങ്ങനെ നമ്മളൊരു ന്യൂട്രൽ ഗിയറിലേക്കെങ്കിലും ഒരു ന്യൂട്രൽ ഗിയർ. ഇനി കർത്താവേ, നിൻ്റെ ജ്ഞാനത്തിലൂടെ ഞാൻ നീങ്ങും. പെട്ടെന്നൊരാശയം വരികയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വശത്തു നിന്ന് വേറെ വശത്തേക്ക് ചാടണമെന്ന് പറയണത് എൻ്റെ പണിയൊന്നും അല്ലത്. പരിശുദ്ധാത്മാവ് ഒരാശയം തരുന്നു, ഞാനത് പറയാണ്ട് പോയാൽ പറ്റില്ല. ചിലപ്പോൾ ഞാൻ പറയും, അതെന്തിനിപ്പോൾ പറയണേ? എങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിനോട് കോപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയണത് കേൾക്കണത് കൊണ്ട് ഞാൻ പറയാതിരിക്കില്ല, പറയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലും വന്നു, എൻ്റെ ബ്രദർ പറഞ്ഞത് എൻ്റെ കാര്യമായിരുന്നു, അപ്പോൾ സമാധാനം. ഇനി ഇപ്പോൾ വരുന്നത് നിസാര കാര്യമാണ്. ഈ ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാം സ്റ്റാർ തൂക്കാറുണ്ട് അല്ലേ? ക്രിസ്മസ് സ്റ്റാർ. എന്തിനാണ് ഈ സ്റ്റാർ തൂക്കണേ? എന്താണ് ക്രിസ്മസ് സ്റ്റാറിൻ്റെ അർത്ഥം? യേശുക്രിസ്തുവാണ് രക്ഷകൻ്റെ വരവ്. പിന്നെ എന്താ അർത്ഥം? അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റാർ തൂക്കണത്? രക്ഷകൻ്റെ വരവിന് മുൻപായി ദൈവം ആകാശത്തിൽ ഒരു നക്ഷത്രത്തെ ഉദിപ്പിച്ചു. ആ നക്ഷത്രം എല്ലാവർക്കും കാണാമായിരുന്നോ ഇല്ലയോ? കാണാമായിരുന്നോ? എല്ലാവർക്കും കാണാമായിരുന്നു. പക്ഷേ 3 പേര് മാത്രമേ
അത് ശരിക്കും കണ്ടുള്ളൂ. അവരാരായിരുന്നു? ജ്ഞാനികളായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അവരത് കണ്ടത്? അപ്പം എന്താണ് ആ നക്ഷത്രം? ജ്ഞാനമാണ്. നമ്മൾ ഈ ബോധ്യത്തിലാണോ നക്ഷത്രം തൂക്കണേ? ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ നക്ഷത്രം തൂക്കണേ? എന്തിനാന്ന് പറഞ്ഞാൽ ക്രിസ്മസാണ്, അതുകൊണ്ട് ഞങ്ങൾ തൂക്കണം. ഇനി ശ്രദ്ധിക്കണം, ആ ജ്ഞാനികളായ രാജാക്കന്മാർ അവരാരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നോ? ആയിരുന്നോ? എന്തുകൊണ്ടല്ല? അന്ന് ക്രിസ്തുമതം ഇല്ല, ക്രിസ്ത്യാനികൾ ആരും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്ത്യാനി ആരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഇല്ല. യേശു ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ എന്ന് പറയണേ? പറയണോ അങ്ങനെ? വേണ്ട. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അല്ല, അല്ലേ? അപ്പോൾ ആരായിരുന്നു ഈ ജ്ഞാനികൾ? അവർ യഹൂദരായിരുന്നോ? അല്ല. പിന്നെ ആരായിരുന്നു? അവർ വിജാതീയ രാജാക്കന്മാരായിരുന്നു. അപ്പം ആരെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ആദ്യം യേശുവിലേക്ക് നയിച്ചത്? വിജാതീയരെയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു ഡയറക്ഷൻ നോക്കിയേ. അവരങ്ങനെ ഈ ജ്ഞാനത്താൽ നയിക്കപ്പെട്ട് ജെറുസലേമിൽ വന്നു. അപ്പോൾ ഒരു സാമാന്യ മര്യാദയും ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ രാജാക്കന്മാർ വരുമ്പോൾ. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ ആ രാജ്യത്തെ പാലസിൽ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് രാജാവ് കിടുങ്ങിപ്പോയി. എൻ്റെ രാജ്യത്ത് വേറൊരു രാജാവ് ജനിക്കണ്ടെന്ന്. എന്നാൽ അയാൾക്ക് ഇത്രയും പോകണ്ട, അയാൾ ഇത്രയും വയസ്സായി, ഈ ജനിക്കണല്ലേ ഉള്ളൂ, ഇപ്പം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇയാൾക്ക് ഭയങ്കര വെപ്രാളമായി. ജനിക്കാൻ തന്നെ അവനെ ഇടവരുത്തരുത്, അവനെ കൊന്നുകളയണമെന്നുള്ള മര്യാദ ഇല്ലേ? അതാണ് വേറൊരു ജ്ഞാനം. അത് കഴിഞ്ഞ് ഓക്കെ, നമ്മുടെ പോയിൻ്റ്, ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഉടനെ രാജാവ് അല്ലെങ്കിൽ രാജാവ് ജ്ഞാനികളെ, രാജകൊട്ടാരത്തിലെ ജ്ഞാനികൾ, ഇപ്പോൾ രാജകൊട്ടാരത്തിലൊക്കെ ജ്ഞാനികൾ എന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു കൂട്ടി, ഇതിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ? അത് ശരിയാണ് മഹാരാജാവേ, അതെ, എഴുതപ്പെട്ടിരിക്കുന്നു ഇന്ന സ്ഥലത്തെ പിറക്കാൻ പോണെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ നക്ഷത്രം ഈ ജ്ഞാനികളെയും കൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങി 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 വേറൊരു പാലസ് കാണുമെന്ന് ഒരു പ്രതീക്ഷിച്ച് കാണാൻ സാധ്യതയുണ്ടല്ലേ? പക്ഷേ നക്ഷത്രം ചെന്ന് നിന്നത് എവിടെയാണ്? ഒരു കാലിത്തൊഴുത്തിൻ്റെ മുമ്പിലാണ്. പക്ഷെ അവർക്കൊട്ടും സംശയം തോന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് തല കുനിച്ച് അവരങ്ങ് കയറി നോക്കിയപ്പോൾ എന്താ, ആ വൈക്കോല്, പുല്ല്, പുൽക്കൂട്. ഈ പുൽക്കൂട് എന്നൊക്കെ പറയണതിന് ഭയങ്കര സിംബോളിക് മീനിങ് ആണ്. ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂടെന്ന് പറയുന്നത് കാലികൾ വീണ്ടും വീണ്ടും വന്ന് തിന്നുന്ന ഒരു സ്ഥലമാണ് പുൽക്കൂട്. അത് ചില സഭാപിതാക്കന്മാർ പറയുന്നത് മനുഷ്യൻ വീണ്ടും വീണ്ടും വന്ന് പാപം ചെയ്യുന്ന സ്ഥലമാണ് അത്. അവൻ വീണ്ടും വീണ്ടും വന്ന് പാപം ചെയ്യുന്നതിൻ്റെ മധ്യത്തിലാണ് ഈശോയെ. എന്തിനാണ്? എന്നാലല്ലേ പാപികളെ കാണാൻ പറ്റുള്ളൂ. പാപികളെ കാണാൻ പറ്റണമെങ്കിൽ എവിടെ വരണം? വീണ്ടും വീണ്ടും വന്ന് സ്ഥിരം പാപം ചെയ്യണ സ്ഥലത്തേക്ക് വരണം. എനിവേ, അതെൻ്റെ സൈഡ്. ഈ ചോറുണ്ണുമ്പോൾ ചമ്മന്തി എന്ന് പറഞ്ഞ മാതിരി തന്നതാണ് അതിൻ്റെ. അവിടെ വന്ന് അവർ കണ്ടു, അവർ ആരാധിച്ചു. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നക്ഷത്രം അപ്രത്യക്ഷമായി. അതാണ് ഞാൻ പറയാനുണ്ടാകുക. നക്ഷത്രം എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൻ്റെ അടുത്തേക്ക് അവരെ എത്തിച്ചു. അതാരാണ്? യേശു. അത് കഴിഞ്ഞിട്ട് പിന്നെ നക്ഷത്രം അവർ നയിച്ചില്ല. അത് കഴിഞ്ഞ് അവർ തന്നെത്താൻ തീരുമാനിക്കുകയാണ്. 3 രാജാക്കന്മാർ കൂടി തീരുമാനിച്ചു,
ഹെറോദ്യസ് പറഞ്ഞതനുസരിച്ച് അവിടെ പോണ്ടേ? രാജാവിന് വാക്ക് കൊടുത്തതല്ലേ? രാജാക്കന്മാർ വാക്ക് കൊടുത്താൽ വാക്കാണ്. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം അവരോട് പറഞ്ഞു, പോകരുത്, നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വഴിയുടെ പോകരുത്, നിങ്ങൾ മറ്റൊരു വഴിയെ പോകുവിൻ. അവർ എന്തു സ്വീകരിച്ചു? ദൈവം പറഞ്ഞത് സ്വീകരിച്ചു. അതാണ് ജ്ഞാനം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പല കണക്കുകൂട്ടലുകളിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം എന്നൊക്കെയാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളോട് പറയും, ആ വഴി വിടും എന്ന് പറഞ്ഞ് അത് വിട്ട് ഒരു പുതിയ വഴിയെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ജ്ഞാനം കാണിച്ചു തരുമായിരിക്കില്ലേ? അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത്, ഇനി വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വരാം. എന്താണ് അടുത്ത വാക്ക് പറയുന്നത്? തേജസ്സുറ്റതാണ് ജ്ഞാനം. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക് നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അടുത്ത് വായിക്കാം. തന്നെ അന്വേഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. ധൃതി പിടിക്കല്ലേ, തിടുക്കം കൂട്ടല്ലേ. എന്താണ് പറഞ്ഞത്? തന്നെ ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർക്ക്, അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. ഇത് ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് ജ്ഞാനം, അതാണ് അടുത്ത് വരാൻ പോണത്. ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടപടപടേന്ന് ദൈവികമായ വെളിപാടുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ചിലരെന്നോട് ചോദിക്കാറുണ്ട്, തോമസ് പോൾ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ആരാണ് നിന്നെ ഗൈഡ് ചെയ്യുന്നത്? എൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ വെളുപ്പാങ്കാലത്തിരുന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനം എനിക്കിതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതാണ് അവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ജ്ഞാനം തിടുക്കം കൂട്ടുന്നു. ഇനി അടുത്തത് എന്താണ്? എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നതും ഒരു വിഷയമാണ്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചത്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിക്കൽ തന്നെ അവളിൽ വരട്ടെ. ഇപ്പൊ എന്താണ്? പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം. പ്രഭാതം എന്ന് പറഞ്ഞാൽ 7 മണിയൊന്നും അല്ല കേട്ടോ. പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ സൂര്യൻ ഉദിക്കണം എന്നാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ സൂര്യൻ ഉദിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉദിക്കണം. അപ്പോൾ ഒരു സഭാപിതാവ് പറയുന്നതാണ്, ജോൺ ക്രിസോസ്റ്റം പറയുന്നതാണ്, ഉദിച്ച സൂര്യൻ നമ്മുടെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്ന ജ്ഞാനത്തെ കണ്ട് കുമ്പിടണം. നമ്മുടെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട് കുമ്പിടണം. നമ്മുടെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്ന കർത്താവ് ഈശോ മിശിഹായെ കണ്ട് സൂര്യൻ കുമ്പിടണം. അതൊക്കെ ഒരു തിങ്കിങ് ആണ്. ഇതൊക്കെ നമ്മൾ വെളുപ്പിന് നിൽക്കാനായിട്ട് പ്രചോദനം നൽകുന്നതാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പണ്ട് ബോംബെയിലായിരുന്നപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ 7 മണി ആയാലും ഞാൻ എണിക്കില്ലായിരുന്നു. അപ്പോൾ എന്നെ വന്ന് ചായ ഉണ്ടാക്കിത്തരും, കാപ്പി ഉണ്ടാക്കിത്തരും, പേപ്പർ കൊണ്ടുവന്നരും. വേഗം എനിക്ക് ജോലിക്ക് പോകാൻ സമയം. എനിക്ക് എണിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം വെളുപ്പിനുള്ള ഒരു ഉറക്ക സുഖം ഇല്ലേ. പക്ഷേ ഈ വചനം എന്നെ സ്പർശിച്ചപ്പോൾ മുതൽ എന്താണ് അവിടെ പറയുന്നത്? പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടു. അവൾ വാതിക്കൽ തന്നെ.
അപ്പം നമ്മളെ കാത്ത് ആരോ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടായാൽ, നമ്മളെ കാത്ത് ആരോ വരുന്നുണ്ട്, നമ്മൾ ആരെയോ പിക്കപ്പ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കൂലേ, നമ്മളെ കാണാൻ ആരോ വരുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കണം. ഉറങ്ങുന്നതിന് മുൻപ് തന്നെ രാവിലെ എന്നെ കാണാൻ വാതിക്കൽ ഒരാൾ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ 4 മണിക്ക് മുമ്പ് ഇന്ന് ഒരു പ്രാവശ്യം 2:30 ഞാൻ എണീറ്റു. ഞാൻ പറഞ്ഞു ആരോ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ജ്ഞാനത്തിന്. ഞാൻ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ആരെങ്കിലും 2:30 എണീറ്റവരുണ്ടോ? അല്ലോ, ചിലവരൊക്കെ 2:30 എണീറ്റു. പണിയായി, അതാണ്. അത് കഴിഞ്ഞ് 3:30 എണീറ്റു, പിന്നെ ഉറങ്ങിയിട്ടില്ല. 3:30 എണീറ്റവർ എത്ര പേരുണ്ട്? അല്ലോ, അപ്പോൾ നിങ്ങൾ ജ്ഞാനത്തിന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്നാൽ ഇതെല്ലാം പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ വിചാരിക്കണം, അയ്യോ എനിക്ക് ഇത്ര മണിക്കൂർ ഉറക്കം കിട്ടേണ്ടതല്ലേ, അത് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഉറക്കം നോക്കൂലെന്ന്. എന്നിട്ടിപ്പോൾ വല്ല ക്ഷീണം തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ജ്ഞാനം നമ്മളിലേക്ക് അങ്ങ് ഒഴുകി കഴിയുമ്പോൾ പലതരത്തിലും, ഇപ്പോൾ ഒരുപാട്, ഞാൻ സാധാരണഗതിയിൽ 4 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. 4 മണിക്കൂർ തന്നെ കട്ടി ഉറങ്ങുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഒരല്പം റെസ്റ്റ് എടുക്കുന്നുണ്ട്, 4 മണിക്കൂർ തന്നെ ഞാൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ഇത്രയും ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വെളുപ്പിന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാകണം. നമ്മൾ ഉടനെ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്, അതിനു മുമ്പ് ഇതങ്ങ് കംപ്ലീറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വചനം എന്താ പറയുന്നത്? അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. നമ്മൾ വിവേകമുള്ളവരാണ്. വിവേകമുള്ളവരുടെ പൂർണ്ണത എന്താണ്? നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ, നമ്മുടെ ബുദ്ധി, ദൈവം തന്നിട്ടുള്ള ബുദ്ധിയെ ദൈവത്തിൻ്റെ ബുദ്ധിയുമായിട്ട് കപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. നമുക്ക് തന്നിട്ടുണ്ടൊരു ബുദ്ധി ഇല്ലേ? ആ ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യാൻ മാത്രമുള്ളതാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവുമായിട്ടങ്ങ് കണക്ട് ചെയ്യുമ്പോൾ www. എന്ന് പറഞ്ഞ മാതിരി വേൾഡ് വൈഡ് വിസ്ഡം, അതാണ് നമ്മുടെ പുതിയ ഫുൾ ഫോം. എന്താണ് www. വേൾഡ് വൈഡ് വിസ്ഡവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചിലവർ എന്നോട് ചോദിക്കും, ഇതിൻ്റെ അർത്ഥം എനിക്ക് ഓക്കെ വെയിറ്റ്, ഞാൻ പിന്നെ പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ പറയാണ്, എനിക്ക് ഏറ്റവും വലിയ ഒരു ആശ്ചര്യം, എന്തുകൊണ്ട് ആരും ഈ ഇത്രയും ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം ഞാനിത് ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി പറയാണ്, വിമർശിക്കാനല്ല. നിങ്ങൾ ഒരുപാട് ധ്യാനം കൂടിയിട്ടുള്ളതാണ് ഇല്ലേ? ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ളൊരു ടോക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഏത് ധ്യാനത്തിലാണ്? ഡാനിയൽ അച്ഛൻ്റെ. ഓക്കെ, ഡാനിയൽ അച്ഛൻ്റെ ധ്യാനം വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും ടോക്ക് കേട്ടിട്ടുണ്ടോ ധ്യാനത്തെക്കുറിച്ച്? ഇല്ല. ഇത് ഇന്നത്തെ നമ്മുടെ ഈ വളരെയധികം സോഷ്യൽ ആൻഡ് വളരെയധികം തിക്കുമുട്ടുള്ള ജീവിതത്തിൽ ഇത് വളരെ ആവശ്യമാണോ അല്ലയോ? ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതാണ്. അപ്പോൾ വിവേകത്തിൻ്റെ പൂർണ്ണത എന്താണ്? ഈ ജ്ഞാനത്തിൽ ചിന്തയുറപ്പിക്കുന്നതാണ്. ഇനി അടുത്തതും കൂടി പറയാം. അവളുടെ കാര്യത്തിൽ അല്ല, അവരൊന്നേറ്റ് പറഞ്ഞേ, അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവർ ദുഃഖവിമുക്തരാവും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം ഇത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ദൈവത്തോട് ജ്ഞാനത്തോടിനു വേണ്ടി പ്രാർത്ഥിക്കാതെയും നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളാണ്. ഇതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനു മുമ്പ് ദൈവമേ ജ്ഞാനം നൽകണേ എന്ന് കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് ആരോടും ചോദിക്കരുത്. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബുദ്ധിയും ബോധ്യവും തരും. ഓക്കെ, ഇനി ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കുർബാന കഴിഞ്ഞിട്ട് പോകാം.
ഇന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കളായ നമ്മളുടെ ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ഈ മക്കളും ഈ കുഞ്ഞു മക്കളെയും എങ്ങനെ വിശ്വാസത്തിലും നല്ല രീതിയിൽ വളർത്താമെന്നുള്ളതാണ്, ഇല്ലേ? അവർ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ രാവിലെ അവർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരും, അവരവരുടെ മുറി കയറിയിരിക്കും. നമ്മളങ്ങോട്ട് കയറാൻ പോലും സമ്മതിക്കുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. മമ്മി, ദിസ് ഈസ് മൈ പ്രൈവറ്റ് റൂം, യു ഡോണ്ട് കം ഹിയർ, അല്ലെങ്കിൽ യു മസ്റ്റ് കം വിത്ത് നോക്കിങ്. എന്നിട്ട് കാരണം അവരവിടെ ക്രമപ്പെടുത്താനുണ്ട് പലതും മുറി. അതുകൊണ്ട് ഇത് മര്യാദയല്ല അമ്മ ഇങ്ങനെ പെട്ടെന്ന് മുറിയിൽ കയറി വരണമെന്ന് വരെ കുട്ടികൾ പറയുകയാണിപ്പോൾ. അവർ വേറെ ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഈ കുട്ടികളെ നമുക്ക് ദൈവോന്മുഖമായി വളർത്താൻ പറ്റും? ഒരു സൂപ്പർ ഹിറ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏശയ്യ 59:21. ഏശയ്യ 59:21 പറയുന്നതാണ് പുതിയ നിയമത്തെക്കുറിച്ചുള്ള പഴയ നിയമം, പുതിയ ഉടമ്പടിയെക്കുറിച്ച്. ഏശയ്യ 59 എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം നിങ്ങൾ, ഏശയ്യ 59 53 ശേഷമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, 59 59 എന്ന് പറഞ്ഞാൽ 53 എന്താ സംഭവിച്ചത്? കർത്താവിൻ്റെ ദാസൻ പീഡ അനുഭവിച്ചു, മരിച്ചു. 54-55 ഉയർത്തെഴുന്നേറ്റു. 56-57 പുതിയ രാജ്യം സംസ്ഥാപിതമാകുന്നു. 59 വന്നപ്പോഴേക്കും ഈ പുതിയ രാജ്യത്തിൻ്റെ നീതി എങ്ങനെയാണ് ഒഴുകുന്നത്? മനസ്സിലായോ? അങ്ങനെ അപ്പോൾ അവിടെ പറയുന്നത് അവരൊന്ന് ഏറ്റു വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേൽ